ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് ആയാലോ എന്ന്. അങ്ങനെ ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. എനിക്കിന്ന് പള്ളി പോകാനുണ്ട്, പിന്നെ എൻ്റെ ഡ്രസ്സൊന്ന് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മേടിച്ചുകൊണ്ട് വരാം. ഈ കടയിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തത്. ഈ കടയിൽ എനിക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരും. അങ്ങനെ ഞാൻ ഇവരോട് പറയുക, എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയത്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പോൾ രണ്ടുപേരും എന്നോട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബ്ലൗസ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ആക്ച്വലി ഈ ആൻറ്റി നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരും. ഞാൻ അവിടെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റി വീണ്ടും അത് ടൈറ്റാക്കി തരുവാണ്. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് ആ കടയിൽ തന്നെ വെച്ചു. പള്ളി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പോൾ പള്ളി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ ഫൈനലി ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്തു. ഈ കാണുന്ന ബിൽഡിംഗ് ഒരു അച്ഛന്മാരുടെ ഒരു സ്ഥാപനമാണ്. ആക്ച്വലി കുർബാന 6 മണിക്കാണ്. ഞാൻ 1 മണിക്കൂർ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തെന്ന് വെച്ചാൽ കുറച്ച് കാഴ്ചകൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു മാതാവിൻ്റെ ഉണ്ണീശോയുടെ ഒരു ഗ്രോട്ട് ഉണ്ട്. ഇതൊരു സ്റ്റഡി സെൻറ്റർ ആണ്. സോ ഇവിടെ കുറേ ക്രിസ്ത്യൻസിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. ക്രൈസ്റ്റ് സ്കൂള്. സോ ഈ വഴി കൂടെ വന്ന ആൾക്കാർക്ക് മനസ്സിലാവും. സോ ഞാനിപ്പോൾ പള്ളി എത്താറായി. ഫൈനലി സെൻറ്റ് തോമസ് ഫൊറോന ചർച്ചിലേക്ക് കുറേ പേര് വന്നിട്ടുണ്ടായിരിക്കുക, വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഞങ്ങൾ ഇവിടെയാണ് കുർബാന കൂടാൻ വരുന്നത് എപ്പോഴും. കണ്ടില്ലേ, പള്ളിയുടെ ചുറ്റും നല്ല മനോഹരമായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ ഗൈസ്, എത്ര മനോഹരമായിരിക്കുന്നു. സോ ഇവിടെ നോക്കൂ, ക്രിസ്മസ് ട്രീ എത്ര സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇവിടെ ട്രീസൊക്കെ കണ്ടില്ലേ, മൊത്തം ലൈറ്റ്സ് കൊണ്ട് ഫുള്ളി സെറ്റ് ആക്കിയിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആ ഡ്രസ്സ് അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ആ കടയിൽ. ആ കടയിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പറ്റും. അങ്ങനെ ഈ കടയിൽ നിന്ന് ഞാൻ ആ ഡ്രസ്സ് മേടിച്ചു. ഞാനിവിടെ ഗോൽഗപ്പ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ആദ്യമൊക്കെ എനിക്ക് പാനിപൂരിയോടായിരുന്നു വലിയ താല്പര്യം, പക്ഷെ ഇപ്പോൾ എനിക്ക് ഗോൽഗപ്പ ആണ് ഇഷ്ടം. സോ ഞാൻ ഇവിടെയാണ് വരുന്നത്, സ്ഥിരം ഇവിടെയാണ് കഴിക്കുന്നത് ഗോൽഗപ്പ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാനിയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ബാംഗ്ലൂരിലുള്ളവർ ആരും ഇതും ട്രൈ ചെയ്യാതെ ഇരിക്കില്ല, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കും. സോ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഞാൻ ഇവിടെ തന്നെ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇയാൾ നല്ല വൃത്തിയിലാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. അതും കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഒരു പ്ലേറ്റിന് ആൾ മേടിക്കുന്നത് 25 റുപ്പീസാണ്. ചിലയിടത്ത് 30 റുപ്പീസ്, ചിലയിടത്ത് 35 റുപ്പീസ്. അങ്ങനെ ഞാനിപ്പോൾ ഗോൽഗപ്പ കഴിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് 2 ഫേമസ് തിയേറ്റർ ഉണ്ട്, ലക്ഷ്മി തിയേറ്റർ, ബാലാജി തിയേറ്റർ. ഞാൻ പഴം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പഴം മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പായസം ഉണ്ടാക്കും. സോ ഫൈനലി എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടി. കുറച്ച് പേരൊക്കെ കുറച്ച് സജഷൻസൊക്കെ തന്നു. ഒത്തിരി താങ്ക് യു, എല്ലാവർക്കും നന്ദി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കീപ് സപ്പോർട്ടിങ്. ബൈ.